അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയും ഇല്ല. കർത്താവായ ക്രിസ്തേശനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം ആരിലാണ്, എവിടെയാണ് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ദൈവത്തിലാണോ, സമ്പത്തിലാണോ, ആത്മീകതയിലാണോ, ഭൗതികതയിലാണോ ആ ഒരു ആശ്രയം നാം ക്രമപ്പെടുത്തുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ ധ്യാനം നമുക്ക് നൽകുന്നത്. ഇവിടെ കർത്താവായ ക്രിസ്തു പറയുന്നുണ്ട്, ഒരുവന് 2 യജമാനന്മാരെ ഒരിക്കലും സേവിപ്പാനായിട്ട് കഴിയത്തില്ല. ഒരുപക്ഷെ സ്നേഹിക്കേണ്ടി വന്നിരുന്നാൽ ഒരുവനെ ഉപേക്ഷിച്ച് മറ്റവൻ്റെ പിന്നാലെ കടന്നു പോകേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ കാണുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയുകയില്ല എന്നതും തന്നെയാണ്. ഇന്ന് പലരുടെയും പിന്നാലെയുള്ള ഓട്ടത്തിലാണ് നാം എല്ലാവരും. ദൈവത്തിലുള്ള ആശ്രയം മാറ്റിവെച്ച് മാനുഷിക ദൈവത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഭൗതികതയുടെയും വ്യക്തി താല്പര്യങ്ങളുടെയും പിന്നാലെയുള്ള ഓട്ടത്തിലാണ് നാം എല്ലാവരും. പലപ്പോഴും ഈ ഓട്ടം ചെന്നവസാനിക്കുന്നത് ജീവിതത്തിലെ പല പരാജയങ്ങളുടെയും നിരാശകളുടെയും അനുഭവത്തിൽ തന്നെയാണ്. ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ അങ്ങനെ ഓടിയ മനുഷ്യരെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. മറ്റൊരു ചില കൂട്ടർ ദൈവത്തെയും മാമോനെയും സമ്പത്തിനെയും ഒരുപോലെ ഒരേ ത്രാസിൽ വെച്ച് സ്നേഹിക്കുവാനും സേവിക്കുവാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അവിടെയും നേട്ടങ്ങളെക്കാൾ പരാജയങ്ങളെ സ്വന്തമാക്കുന്ന അനുഭവങ്ങളിൽ മനുഷ്യൻ വഴുതി വീഴാറുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഞാൻ ആരെയാണ് സേവിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഞാൻ ആരുടെ പിന്നാലെയാണ് കടന്നു പോകേണ്ടത്? മനുഷ്യൻ്റെതായ സന്തോഷത്തിന് വേണ്ടി പല വഴികൾ തിരഞ്ഞെടുക്കുകയാണ്, പല വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുകയാണ്. അത് ആത്മീക ജീവിതത്തിലായിരുന്നാലും സാമൂഹിക ജീവിതത്തിലായിരുന്നാലും ഭൗതിക ജീവിതത്തിലായിരുന്നാലും അങ്ങനെ പല വഴികളിൽ കൂടെയുള്ള സ്നേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിലും ഓട്ടത്തിലും ഒക്കെയാണ് നാം എല്ലാവരും ആയിരിക്കുക. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഒരിക്കലും 2 യജമാനന്മാരെ സേവിക്കുവാനായിട്ടോ 2 വള്ളത്തിൽ കാലുവെക്കുവാനായിട്ടോ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ലക്ഷ്യം ലാക്കിലേക്ക് ക്രിസ്തുവിലേക്ക് ആകണം, ക്രിസ്തുവിലേക്കുള്ള ഓട്ടം ആകണം എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലനും നമ്മെ പഠിപ്പിക്കുന്നത്. സഖായിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സഖായി അവൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലയളവ് മുഴുവനും സമ്പത്തിൽ മാത്രം ആശ്രയിച്ചവനായിരുന്നു. അവന് സമ്പത്തിന് വേണ്ടി പല വഴികൾ കണ്ടെത്തി, പല വഴികളിൽ കൂടെയൊക്കെ യാത്ര ചെയ്തു. പലരെയും അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്, പലരെയും അപഹരിച്ചിട്ടുണ്ട്, അന്യായമായി സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തനിക്ക് സന്തോഷം നൽകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് സഖായിലേക്ക് വരുമ്പോഴാണ് സഖായി യേശുവിനെ അന്വേഷിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് കാണുവാനായിട്ട് വരുന്നത്. അപ്പോൾ യേശുവിനെ കണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് യേശുവിൽ തൻ്റെ ജീവിതത്തെ കൊടുത്തപ്പോൾ സഖായി യഥാർത്ഥത്തിലുള്ള സന്തോഷത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ സഖായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചും അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമാകുന്ന സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചൊക്കെ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ആ സഖായി നമ്മെ പഠിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളൊക്കെ നേടുന്നതും അധ്വാനിക്കുന്നതും അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നതൊക്കെയും അത് ശാശ്വതമല്ല, അത് ഒരു നാൾ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു വസ്തുത തന്നെ എന്ന് തിരിച്ചറിയുക. സഖായി യേശുവിനെ കണ്ട് യേശുവിനെ സ്വീകരിച്ച് യേശുവിനുള്ള ആശ്രയം അവൻ കൊടുത്തപ്പോഴാണ് അവൻ്റെ ഭവനം രക്ഷിക്കപ്പെടുന്നത്, അവൻ രക്ഷിക്കപ്പെടുന്നത്. അവനോടുകൂടെ കർത്താവ് ഒരു രാത്രി ചെലവഴിക്കുമ്പോഴാണ്, അല്പം നിമിഷങ്ങൾ ചെലവഴിക്കുമ്പോഴാണ് അവനോടുകൂടെ കർത്താവ് അവൻ്റെ പേര് വിളിച്ച് തന്നിലേക്ക് കൂട്ടിച്ചേർത്തപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് സമ്പത്തല്ല യഥാർത്ഥത്തിലുള്ള സന്തോഷം, താൻ നേടിയതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ആശ്രയം, യഥാർത്ഥത്തിലുള്ള സ്നേഹമെന്ന് അവൻ തിരിച്ചറിയുകയാണ്. അവിടെയാണ് അവൻ യേശുവിനോട് കൂടെ പറഞ്ഞ, കർത്താവേ, ഇതൊന്നും എനിക്ക് വേണ്ടതില്ല, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ വിട്ടുകൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
അങ്ങനെ വിട്ടുകൊടുത്തപ്പോഴാണ് കർത്താവ് ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ഇവനും അബ്രഹാമിൻ്റെ മകനല്ലയോ, ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്നുള്ള ആ ഒരു ആത്മീക അനുഗ്രഹത്തിൻ്റെ നിറവിൽ ആ ഭവനം ഉയർത്തപ്പെട്ടത് ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് സഖായി ഒന്ന് മടങ്ങി വന്നപ്പോഴാണ്. അതേസമയം യേശുവിൻ്റെ ശിഷ്യന്മാരിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരായ യൂദ, ആ ശിഷ്യനായ യൂദ സമ്പത്തിൽ മാത്രം ആശ്രയം വെച്ചവനാണ്. അവൻ ക്രിസ്തുവിനോടുകൂടെ 3.5 വർഷക്കാലം ജീവിച്ചിട്ടും ക്രിസ്തുവിനെ യഥാർത്ഥത്തെ സ്നേഹിക്കുവാനോ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനോ ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യുവാനൊക്കെ അവന് കഴിയുന്നില്ല. അവൻ്റെ യാത്രകളും അവൻ്റെ ചിന്തകളും അവൻ്റെ മനസ്സൊക്കെ സമ്പത്തിലായിരുന്നു, ഭൗതികതയിലായിരുന്നു. അതുകൊണ്ടാണ് കേവലം അല്പം വെള്ളിക്കാശിന് വേണ്ടി, അല്പം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അല്പമാകുന്ന നേട്ടത്തിന് വേണ്ടി തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. അവിടെ സമ്പത്തിലുള്ള ആശ്രയത്തിൻ്റെ പരിണത ഫലമെന്ന് പറയുന്നത് ആരോരുമില്ലാത്ത ഒരവസ്ഥയിൽ അവൻ വഴുതി വീഴപ്പെടുകയാണ്. അവനെ ആരും ചേർത്ത് പിടിക്കുന്നില്ല, അവനെ ആരും കരുതുന്നില്ല, അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല, അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ആരുമില്ല, അവൻ്റെ വേദനകൾ ആശ്വാസം കൊടുക്കുവാൻ അത്രയേറെ തീവ്രമാകുന്ന വേദനയുടെ ആഴത്തിലേക്ക് അവൻ വഴുതി വീഴുകയാണ്. കാരണം കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നീ എന്നെ കാണിച്ചു കൊടുക്കും, നീ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് കർത്താവ് മണിക്കൂറുകൾക്ക് മുമ്പേ മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും ആ കർത്താവിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ സമ്പത്തിൻ്റെ പിന്നാലെയുള്ള അത്യാഗ്രഹത്തോടുകൂടെയുള്ള ഓട്ടം അവനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഒരു കയറിൽ തൂങ്ങിച്ചാകപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് തന്നെയാണ്. പ്രിയമുള്ളവർ, എൻ്റെയും നിൻ്റെയും ആശ്രയം എവിടെയാണ്? ഞാൻ ആരിലാണ് ആശ്രയിക്കുന്നത്? ഈ നോമ്പ് കാലഘട്ടത്തിൽ വചനം എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ ആശ്രയം വെക്കേണ്ടത് എന്നെ സൃഷ്ടിച്ച, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എനിക്ക് രക്ഷ സമ്പാദിച്ച് നൽകുന്ന എൻ്റെ കർത്താവിൽ ആകെയാണ്. പഴയ നിയമ പുസ്തകം, സംഖ്യാപുസ്തകം അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ബിലയാം എന്ന് പറയപ്പെടുന്ന ഒരു ദൈവപുരുഷനെ കാണുവാനായിട്ട് സാധ്യമാകും. ബാലാക്ക് മോവാബ് പട്ടണത്തെ ആ രാജ്യഭാരം നയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം ആ പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ ഒരു കൂട്ടമായി കടന്നു വരുമ്പോൾ ആ ബിലയാം തൻ്റെതായ ശക്തി കൊണ്ട് ആ ജനത്തെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ബിലയാമിനെ കൊണ്ടുവരുവാനായിട്ട് രാജാവ് ബാലാക്ക് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ബിലയാമിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന രാജാവിൻ്റെ പടയാളികളോടുകൂടെ ബിലയാൻ പറയുകയാണ്, ദൈവം അനുവദിച്ചിട്ടില്ല. അവന് ദൈവത്തിൽ ആശ്രയം വെക്കുക, ദൈവത്തിലുള്ള ആശ്രയം അവനെ ഓർമ്മപ്പെടുത്തുന്ന ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവം നിന്നോടുകൂടെ നിങ്ങളോടുകൂടെ വരുവാനായിട്ട് അനുവാദം എനിക്ക് നൽകിയിട്ടില്ല. അങ്ങനെ മേൽക്കുമേൽ അധികമാകുന്ന അധികാര സമ്പത്തുകളോടുകൂടെ കുറച്ചുപേരെയും കൂടി ഐക്യപ്പെടുമ്പോൾ രണ്ടാമതും ദൈവത്തോടുകൂടെ ചോദിക്കുകയാണ്. ദൈവത്തോടുകൂടെ ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞ് നീ പൊയ്ക്കൊള്ളുക, പക്ഷേ ഞാൻ പറയുന്നത് മാത്രമേ നീ അനുസരിക്കാവൂ. അവിടെ ബിലയാമിനോടുകൂടെ ബാലാക്ക് ഒരു പുതിയ ദർശനം അല്ലെങ്കിൽ പുതിയൊരു വാഗ്ദത്തം നൽകിയാണ്. നിന്നെ ഞാൻ മാനിക്കും, നിന്നെ ഞാൻ ഉയർത്തും, നിനക്ക് നൽകേണ്ടതൊക്കെ ഞാൻ നൽകും എന്നുള്ള ആ ഒരു ഇമ്പമായ ശബ്ദം ബാലാക്കിൻ്റെതായി ഉള്ളിലേക്ക് അടിച്ചിറങ്ങപ്പെടുമ്പോൾ ബാലാക്ക് നിർബന്ധപൂർവം ദൈവത്തോട് ചോദിച്ചുവാൻ യാത്ര തിരിക്കുക. എന്നാൽ യാത്രയുടെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് കഴുതയ്ക്ക് കോപ്പിട്ട് യാത്ര തുടങ്ങിയെങ്കിലും ആ യാത്ര പൂർത്തീകരിക്കുവാനായിട്ട് ബാലാക്കിന് കഴിയുന്നില്ല. അവിടെ കഴുത വാളൂരി പിടിച്ചു നിൽക്കപ്പെടുന്ന ദൂതനെ കാണുകയാണ്, നിലത്തിൽ കിടക്കുകയാണ്. മറ്റൊരു വഴിയായി കടന്നു പോകുകയാണ്. ഞെരുക്കവും ഇടുക്കവുമുള്ള വഴിയിൽ കൂടെ കടന്നുപോയി ബാലാക്കിൻ്റെ കാൽ ഞെരുങ്ങി വേദനിക്കുന്ന അനുഭവം ഉണ്ടാകുകയാണ്. അങ്ങനെ ബാലാക്ക് കഴുത ഉപദ്രവിക്കുമ്പോൾ ബാലാക്കിനോടുകൂടെ തൻ്റെ കഴുത ചോദിക്കണം, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? ഇവിടെ ബാലാക്കിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഭൗതികതയിലേക്കുള്ളൊരു യാത്രയാണ്, ഭൗതികത അന്വേഷിച്ചുള്ളൊരു യാത്രയാണ്. അത് ദൈവത്തിന് അനുയോജിതം അല്ല എന്ന് ദൈവം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒത്തിരിയേറെ തടസ്സങ്ങൾ അവിടെ ഉണ്ടാകുക. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും ഇങ്ങനെ ഭൗതികതയുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാകാറില്ലേ? ഒരുപക്ഷെ ഭൗതികതയുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്, വാഹനത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. കാൽനടയാണെങ്കിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം, അധ്വാനങ്ങളിലാണ് ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള യാത്രകളെ തിരിച്ചറിയണം. ഈ തടസ്സങ്ങൾ എന്നെ ദൈവത്തോടുകൂടി അടുപ്പിക്കുവാനുള്ളൊരു മുഖാന്തരമാണ്. ഭൗതികതയിലല്ല ഞാൻ യാത്ര ചെയ്യേണ്ടത്, ഞാൻ ആശ്രയിക്കേണ്ടത് എൻ്റെ ദൈവത്തിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാകണമെന്നുള്ളതാണ് കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നോമ്പിൽ
ഞാനായിരിക്കുന്ന യാത്രകൾ അവിടെ അവസാനിപ്പിച്ച് നമുക്കൊന്ന് മടങ്ങി വരാം. ഏലിയാ പ്രവാചകൻ ചോദിക്കുന്നത് പോലെ നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽവെക്കും? എത്രത്തോളം നിങ്ങൾ 2 തോണിയിൽ കാൽവെക്കും? പ്രിയമുള്ളവരെ, കർത്താവ് എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിൽ ആശ്രമിച്ച് ഭൗതികതകൾ മാറി ആത്മീകതയെ ജീവിക്കുവാൻ അത്രയാണ്. ഈ നോമ്പ് നമുക്കൊന്ന് കർത്താവിൽ ആശ്രമിക്കാം, കർത്താവിൽ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം. ഭൗതിക ചിന്തകളും ഭൗതിക താല്പര്യങ്ങളും അല്പമൊന്ന് മാറ്റിവെച്ച് ദൈവീക കാര്യാദികൾക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന് സ്ഥാനം കൊടുത്ത് ദൈവത്തിന് മുൻതൂക്കം കൊടുത്ത് എൻ്റെയും നിൻ്റെയും വിശ്വാസ ജീവിതത്തെ ഞാനൊന്ന് ക്രമപ്പെടുത്തുമ്പോൾ ഈ നോമ്പിൻ്റെ പൂർത്തീകരണം ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധ്യമാകും. എത്രത്തോളം 2 തോണിയിൽ കാൽവെക്കും? തിരിച്ചറിയാം. നമുക്ക് നമ്മോട് ചോദിക്കാം, നിന്നോട് ചോദിക്കാം, എനിക്കെന്നോട് ചോദിക്കാം, ഞാൻ ആരിലാണ് ആശ്രമിക്കുന്നത്? എന്തിലാണ് ആശ്രമിക്കുന്നത്? ഞാൻ 2 തോണിയിലാണോ യാത്ര ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ പിന്നാലെയാണോ യാത്ര ചെയ്യുന്നത്? മാമോൻ്റെ പിന്നാലെയാണോ യാത്ര ചെയ്യുന്നത്? കർത്താവായി ക്രിസ്തു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് നമുക്ക് എഴുന്നേൽക്കാം.